നിങ്ങൾ അറിയണം, ഇന്ന് ഭൗതികമാകുന്ന ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാരായ മക്കൾ കള്ളും കഞ്ചാവും ലഹരിയുമായി നിലകൊള്ളാൻ, ചെറിയ മക്കൾ 5ലും 6ലും 7ലും 8ലും 9ലും 10ലും +1ഉം +2ഉം എന്ന് വേണ്ട ക്ലാസ്സുകളിലൊക്കെ ചെറിയ കുട്ടികൾ പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താക്കളുമായി മാറിയിരിക്കുന്നു എന്ന വസ്തുത ഈ തലമുറ അറിയാതെ പോകരുത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ തന്നെ ഉണ്ടായ വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ചെറിയ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ എന്റെ കൂട്ടുകാരൻ എനിക്ക് കൈമാറുന്നതാകുന്ന MDMA ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് 9ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ MDMAയുടെ കാരിയറായത് കച്ചവടം ചെയ്യുന്ന വക്താവായി എന്ന് മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന ഒരു പെൺകുട്ടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ, അതൊരു മുസ്ലിം പെൺകുട്ടി കൂടെ ആണെങ്കിൽ നമ്മളൊക്കെ ആശങ്കപ്പെടേണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ചിന്തിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് കൈവീട്ടി തന്നതാകുന്ന MDMA മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുകയും അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്തതിന്റെ പിന്നിൽ 1 വർഷത്തിന് ശേഷം 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ എന്റെ കൂട്ടുകാർക്കും നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും വലിയ വലിയ ആളുകൾക്കും ഞാനിത് കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താവായി എന്ന് ഒരു പെൺകുട്ടി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ മുഖം വെളിപ്പെടുത്താതെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൃശ്യത്തിൽ വന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ, മാധ്യമത്തോട് വെളിപ്പെടുത്തിയെങ്കിൽ, എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ രാപകലും അധ്വാനിക്കുന്നത്. ആ മക്കളുടെ ജീവിത ശൈലിയും കോലവും രൂപവുമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പരിചയപ്പെടുത്തുന്നത് കൺകുളിർമയേകുന്ന സന്താനങ്ങൾ എന്നാണ്. കൺകുളിർമയേകുന്ന വസ്തുക്കൾ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയത് 2 വസ്തുക്കളെ കുറിച്ചാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് ശ്രദ്ധിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. എല്ലാവരും മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് ക്ഷീണമെന്ന് തോന്നുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വെള്ളമൊന്നും ഒഴിച്ചോ? കൺകുളിർമയേകുന്ന വസ്തുക്കൾ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. അഞ്ച് വഖത്ത് നമസ്കാരത്തിന് പിന്നിൽ ഖത്തീബുമാർ ദുആ ചെയ്യുന്നത് പലപ്പോഴായി കേൾക്കുന്നതായ മുസ്ലിമേ, അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണേ. വല്ലദീന യഖൂലൂൻ, സച്ചരിതരാകുന്ന അല്ലാഹുവിന്റെ ദാസന്മാർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമത്രേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങളെ, ഇണകളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക്, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങൾക്ക് നേതൃത്വമായി, ഇമാമത്തായി ഞങ്ങളെ മാറ്റുകയും ചെയ്യണേ അല്ലാഹ്. മുത്തഖിയാക്കണമെന്നല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വം. റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് എന്ത്? തഖ്വ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ യഥാർത്ഥ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 ദിവസത്തെ നോമ്പുകൾ അല്ലാഹു ഫർളാക്കി. നോമ്പ് പിടിച്ചവരല്ലേ? റമളാനിൽ നോമ്പ് പിടിച്ചതിലൂടെ തഖ്വ നേടിയെടുത്തതാകുന്ന സമൂഹത്തിന് നേതൃപടവും അലങ്കരിക്കുന്നവരായി ഞങ്ങളെ നീ കബൂലാക്കണേ എന്നാണ് മുസ്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകൾ സദാസമയവും ദുആ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ.
നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് മറ്റൊരു വിഷയമാണ്. ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി. ആണോ അല്ലയോ? അതുകൊണ്ട് അതിൻ്റെതായ വിപത്തും വന്നു. ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല, ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത്. മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ, ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു റാഹത്ത് നമുക്കില്ല. നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കാരണം? നിസ്കാരത്തിന് ശേഷമില്ല, ദുആ ഇല്ല, ഇജാബത്തുള്ള പ്രാർത്ഥനയല്ലേ. ഏറ്റവും അള്ളാഹു കേൾക്കുന്ന ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് 3 സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. ഒന്ന് ബഅദ സ്വലാത്തിൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന, മുസൽമാന്റെ ദുആ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നയുടെ ആദർശത്തിൽ നിലകൊള്ളുന്ന മുസൽമാൻ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് ബിദ്അത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ്? എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? ഈ ഒരു ശൈലി ബിദ്അത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത്? അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരുചര്യയിലാണോ നീ നിലകൊള്ളുന്നത്? നിസ്കാരത്തിന് ശേഷം ഇരിക്കിൻ, അതവോടുകൂടി ഇരിക്കിൻ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ 33 34 വട്ടം ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 വട്ടം ഉരുവിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുആ നിർവഹിക്കിൻ. അല്ലാഹു നിനക്ക് പരിഗണന നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ടത്. ദുആ ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു 5 മിനിറ്റ് ദുആ ചെയ്യണ്ടേ? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത്? അവരവിടെയല്ലേ അന്ത്യവിശ്രമം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഒരു ഹംദ്, ഒരു സ്വലാത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഒരു സ്വലാത്ത്. എന്നിട്ട് നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യും. ഖുർആനിൽ വന്ന ദുആ അല്ലേ? ഈ ദുആയിനല്ലേ ഏറ്റവും വലിയ ഫലം. ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് വലിയ പ്രതിഫലമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ പരിപൂർണമായി പടുതിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിഹിസ്സലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരാണിത് ദുആ ചെയ്ത് പഠിപ്പിച്ചത്? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിച്ചിട്ട് ആർക്കോ വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിമാണോ? ഇന്നാ പിടിച്ചോ പടച്ചറബേ, നിസ്കരിക്കാൻ നീ പറഞ്ഞു, ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബ് ഇത് നീ സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചറബേ, നീ സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങൾ നീ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ നാഥാ എന്ന് നിസ്കാരപ്പായിരുന്ന് കൊണ്ട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നത്ത് ജമാഅത്ത്, പിന്നെന്ത് സുന്നിയാണ് നീ? അല്ലാഹുവിനോട് ഇതൊന്ന് സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല. എന്നിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല, തിരക്കാണെങ്കിൽ ഇത്രയും ചെയ്തുകൂടെ? 1 മിനിറ്റ് വേണ്ട, അര മിനിറ്റ് വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദ് കൊണ്ട് തുടങ്ങി, സ്വലാത്ത് കൊണ്ട് തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ ഇജാബത്ത് ഉറപ്പാണ്. പറ്റുമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ദുആഇന് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് വേണ്ടി അവന്റെ അഭാവത്തിലുള്ളതാകുന്ന പ്രാർത്ഥന അവന്റെ കൺമുന്നിൽ വെച്ചല്ല, അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അപ്പൊ മോമിനായ മനുഷ്യ, നീ മറക്കരുത്, ഇൽമിന്റെ മാഹാത്മ്യം നിസാരമല്ല, ചെറുതല്ല, വളരെ വലുതാണ്, നിസാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് 2 വസ്തുക്കൾ. ആ 2 വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമയേകുന്നത് എന്നാണ്. ഒന്ന് മക്കളാണ്, ഖുർറത്ത അയുൻ, കൺകുളിർമയാകുന്ന മക്കളാകണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നതും കൺകുളിർമയേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ സൂറത്തു സജദ ശ്രദ്ധിക്കുന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സജദയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, فلا تعلم نفس ما أخفي لهم من قرة أعين. കൺകുളിർമയാകുന്ന വസ്തുക്കളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുകയേ ഇല്ല. ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സ്വർഗം കിടക്കണം എല്ലാവർക്കും ആഗ്രഹം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടംതു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടംതു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടംതു ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം കിട്ടാനായാണ് എല്ലാവരും ഓടുന്നത്. അവിടെ കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സജദ. നോക്കൂ നിങ്ങൾ, 2 വസ്തുക്കളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു. ഒന്നാരാണ്? മക്കൾ, സന്താനങ്ങളാണ്. മറ്റൊന്ന് സ്വർഗമാണ്. എന്തിനാണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം. അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത്? മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനുവേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ, ചെറിയൊരു സദക്ക. എല്ലാവരും അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. കൊണ്ടുവന്നോളി.
زر ريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. അല്ലാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങള് പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. നല്ല നിയ്യത്തിലിട്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നത്തെ നിയ്യത്തതായിക്കോട്ടെ, മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ എന്ന നിയ്യത്തിലിട്. അല്ലാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, മാരകമാകുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ, ഫലസ്തീന മക്കളടക്കം പരിപൂർണമായ സംരക്ഷണം സർവർക്കും നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അപ്രതീക്ഷിതമായി കടന്നു വന്നു. അസർ നിസ്കാരത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കാൻ. ഒരു ചെറുപ്പക്കാരനായ വ്യക്തി, പുതുമാളനാണ്, പുതുമണവാളനാണ്, ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങൾ അറിയണേ റസൂലേ. ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസ്സുള്ളൂ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങൾ അറിയണേ റസൂലേ. ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസ്സുള്ളൂ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം.